നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ എന്നെ ശപിക്കാൻ തോന്നുന്നില്ലേ? അച്ഛന്റെ അഭിമാനം, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കിയില്ലേ? എന്നെ പോലൊരു വില കുറഞ്ഞ ജന്മത്തിനെ വളർത്തിയതിന്റെ പേരില് നാണക്കേട് തോന്നുന്നില്ല അച്ഛന്? കുഞ്ഞുനാളില് കണ്ടെത്തിയപ്പോ തന്നെ വലിച്ചെറിയാൻ തോന്നിയിരുന്നില്ല അച്ഛന്? ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവള് ചത്ത കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചില്ലേ? ദേവനാരായണൻ ഒരു ചെറിയ മനുഷ്യനാ. പക്ഷെ അയാളുടെ മനസ്സിൽ വലിയൊരു ലോകമുണ്ടായിരുന്നു. അത് മുഴുവൻ നീയാ. എന്നെ പ്രിയങ്കമോളേക്കാൾ ആഴത്തിൽ സ്നേഹിച്ചത് ഞാൻ നിന്നെയാ. ആ നിന്നെ വെറുക്കാനും ശപിക്കാനും എനിക്ക് പറ്റുന്നില്ല മോളെ. ദൈവം അതിനുള്ള കരുത്ത് കൂടി എനിക്ക് തരുന്നില്ലല്ലോ. അച്ഛാ, എനിക്കിവിടെ നിന്ന് എങ്ങും പോണ്ട. എനിക്ക് അച്ഛനമ്മയെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഒരു പെണ്ണ് ഭർത്തൃമതിയാകുന്നതും ജീവിക്കുന്നത് മാത്രമാണോ ജീവിതം? അവൾക്ക് തനിച്ചും ജീവിച്ചൂടെ? ഭഗവാനെ സ്നേഹിച്ചൂടെ? ശിഷ്ടകാലം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചൂടെ? അച്ഛൻ എത്ര കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ഭഗവാൻ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ച് എത്ര എത്ര പെണ്ണുങ്ങളുടെ കഥ. അവര് സ്വപ്നങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചില്ലേ? മോഹങ്ങൾ ഒതുക്കി വെച്ചില്ലേ? അതുപോലൊരു ജീവിതം അതുപോലെ അച്ഛൻ എനിക്ക്. അച്ഛൻ പറഞ്ഞു തന്ന ജീവിതം അത് വെച്ച് തന്നെ അച്ഛനെ തോൽപ്പിച്ചു അല്ലേ? ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് ഈ ജീവൻ തന്നെ ഉപേക്ഷിക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞു. അച്ഛൻ അവകാശപ്പെട്ടതാ ഈ ജീവൻ. ജനനം മാത്രമല്ല, മരണവും ദൈവത്തിന്റെ കനിവാ. പക്ഷെ ദൈവങ്ങൾ ആ കനിവ് എന്നോട് കാണിച്ചില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ വീണുപോയ നടയിൽ നിന്ന് ജീവനോട് ഞാൻ എഴുന്നേൽക്കില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.